തൃപ്പൂണിത്തുറയിൽ ആൺസുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടി മരിച്ചു. കഴിഞ്ഞ 6 ദിവസമായി പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പോക്സോ കേസ് അതിജീവിതയായ 19-കാരിയെ വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പ്രതിയും പെൺകുട്ടിയുടെ ആൺസുഹൃത്തുമായിരുന്ന അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നും വാട്സപ്പ് ചാറ്റുകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്നും ചാടി വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ റാഗിംഗ് ആരോപണം തള്ളി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ആത്മഹത്യ ചെയ്ത മിഹിർ ക്രൂരമായ റാഗിങ്ങിനിരയായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. ഒരാഴ്ചക്കകം അറിയിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വാക്കാലുള്ള നിർദ്ദേശം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. M മെഹബൂബ് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. P മോഹനൻ സെക്രട്ടറി സ്ഥാനത്ത് 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന M മെഹബൂബിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. നിലവിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനാണ് M മെഹബൂബ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച പേര് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. മാളയിൽ ഡിസോൺ കലോത്സവത്തിനിടെ നടന്ന സംഘർഷത്തിൽ 3 KSU നേതാക്കൾ കൂടി അറസ്റ്റിൽ. ജില്ലാ ഭാരവാഹികളായ അക്ഷയ്, സാരംഗ്, ആദിത്യ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. നടി ഹണി റോസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. ഹണി റോസിനെ ബഹുമാനത്തോടെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. വ്യാജ പരാതി നൽകി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. 3ാം മോദി സർക്കാരിന്റെ 2ാം ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗത്തിന് തുടക്കമിട്ടു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വിവാദമായ വഖഫ് ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരെ പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. പൂനെയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് ഗില്ലിൻ ബാരെ സിൻഡ്രോം. ദയാരി, അംബേഗാവ്, ഡർഹെ തുടങ്ങിയ പ്രദേശങ്ങളിലും സിനഗഡ് റോഡിലെ മറ്റു പല ഭാഗങ്ങളിലുമാണ് രോഗബാധ ഉയരുന്നത്. രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയവരുടെ എണ്ണം 140 ആയി. രോഗം ഗുരുതരമായതിനെ തുടർന്ന് 27 പേരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ലൈംഗിക പീഡനാരോപണത്തെ തുടർന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പും മലയാളിയുമായ ജോൺ പെരുമ്പളത്ത് സ്ഥാനമൊഴിഞ്ഞു. യുവതി സ്വകാര്യ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പിന്നാലെയായിരുന്നു രാജിവെച്ചൊഴിയണമെന്ന് സഭ നിർദ്ദേശിച്ചിരുന്നു. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ബഹിരാകാശത്ത് കൂടുതൽ സമയം നടത്തം ചെയ്ത വനിത എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് സ്വന്തമാക്കിയിരിക്കുന്നത്. 9 ബഹിരാകാശ നടത്തങ്ങളിലായി 62 മണിക്കൂർ അധികമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ പെങ്കി വിൻസലിന്റെ റെക്കോർഡാണ് സുനിത മറികടന്നത്.